ഹായ് അമ്മീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? സ്പ്ലെൻഡോറയുടെ ഡാൻസ് ക്ലാസ്. യെസ്, ഇത് സ്പ്ലെൻഡോറെ വ്ളോഗ്. സ്പ്ലെൻഡോറെ ഞങ്ങളുടെ കോളേജിലെ ഈവൻറ്റ് 29th കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ ഡാൻസ് ചെയ്യുന്നത്. ഡാൻസ് അല്ല, കണ്ടംപററി ഡാൻസും ഫാഷൻ ഷോ. അപ്പോൾ ഫുൾ ഡേ ബിഹൈൻഡ് ദ സീൻസ് എല്ലാം ഉണ്ടാവും. Are you excited for Splendore? Yes. You're performing, right? Yes. സ്പ്ലെൻഡോറയുടെ പ്രാക്ടീസ് എന്ന് പറഞ്ഞ രണ്ടെണ്ണം കൂടി കാണിച്ചു. നമ്മുടെ ഓർഗനൈസർ ഡാൻസിനെ കുറിച്ച് 2 വാക്ക്. സ്പ്ലെൻഡോറാണ്, ഒന്നും പഠിച്ചിട്ടില്ല. ഞങ്ങളുടെ പരിപാടികളുടെ ഒട്ടുമിക്ക പ്രാക്ടീസും ഇങ്ങനെ തന്നെയാട്ടോ. കുറേ ചിരിച്ച് കളിച്ച് കുട്ടിക്കളി കളിച്ചിട്ട് പിന്നെ അവസാനം പതുക്കെ ഞങ്ങൾ ഡാൻസ് പഠിക്കാൻ തുടങ്ങി. സ്റ്റാർട്ടിങ്ങിലുള്ള പൊസിഷനൊക്കെ സെറ്റ് ചെയ്ത് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നോക്കി. കുറച്ച് ഇതിൻ്റെ ഓൾറെഡി കുറച്ച് പേര് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു സാറ്റർഡേസ്, പക്ഷെ അന്ന് ഞങ്ങൾ ഉണ്ടായിരുന്നില്ല. നീ എൻ്റെ ഇത് മുടക്കരുത്. ഞാനില്ലാതെ നിന്റെ വ്ളോഗില്ല, അതറിയാലോ. Day 2 of practice. തുടങ്ങിയിട്ടില്ല. ഡാൻസിന്റെ മാത്രമല്ല, പാരലായിട്ട് ഫാഷൻ ഷോയുടെ പ്രാക്ടീസ് നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ കുറച്ച് നേരം പ്രാക്ടീസും ബാക്കിയുള്ള നേരം ഈ കളിയും ചെയ്ത് തന്നെയായിരുന്നു. ജോർജായിരുന്നു ഫാഷൻ ഷോയുടെ കാര്യങ്ങൾ എല്ലാം അറേഞ്ച് ചെയ്യണ ആള്. അപ്പം അവൻ കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ ടെമ്പർ മുഴുവൻ പോയിണ്ടായിരുന്നു. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു. കുറച്ച് നേരം ഫാഷൻ ഷോയുടെ പ്രാക്ടീസ് കണ്ട് നിന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇനി പാട്ടിൻ്റെ അടുത്ത കുറച്ച് പോർഷനിൽ എന്തൊക്കെ സ്റ്റെപ്പ് വേണമെന്നൊക്കെ ഉള്ളത് ഇരുന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇവർ രണ്ടുപേരോട് ഓരോ കോപ്രായങ്ങൾ കാണിക്കുമായിരുന്നു. സോങ്ങിൻ്റെ ഫസ്റ്റ് പോർഷനൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളത് കളിച്ച് നോക്കുമായിരുന്നു. ഞങ്ങളുടെ സോങ് ഒരു തെയ്യം തീമിലായിരുന്നു. ഫുൾ അതിൻ്റെ ഗെറ്റപ്പും സംഭവങ്ങളൊക്കെ തെയ്യം തീമിൽ നല്ലോണം അഗ്രഷനുള്ളൊരു ഡാൻസായിരുന്നു. പക്ഷെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിരിയല്ലാണ്ട് വരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഫസ്റ്റത്തെ അതൊക്കെ കുറച്ച് ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, അത്യാവശ്യം കോർഡിനേറ്റഡൊക്കെ ആയിട്ട് ഞങ്ങൾ പതുക്കെ പതുക്കെ പെർഫെക്റ്റ് ചെയ്ത് ഓരോ സൈഡിൽ നിന്ന് പെർഫെക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഗായതി പറ 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 നാളെ സ്ക്രീനിങ് റെക്കോർഡിംഗ് അതെ ആണല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഞാൻ ഋഷി, മുജാജി. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ അങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫുൾ സ്പ്ലെൻഡോറ പ്രാക്ടീസിങ് ആണ്. ഞാൻ ഫാഷൻ ടീമിലാണ്, ഞാൻ മൈക്കിൾ ജാക്സൺ ആണ് ടീമിൻ്റെ. നമ്മുടെ വീഡിയോസൊക്കെ നമ്മൾ കാണുന്നതായിരിക്കും. എൻജോയ്. പ്രാക്ടീസ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുക. നമുക്കിനി ഇവന്റിന് 4 ദിവസമുള്ളൂ. അത് പക്ഷെ 4 സ്ക്രീനാണ്. അതെ, നമ്മളുടെ ഒന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ല. അവിടെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളുടെ കുറച്ച് പോർഷൻസ് കഴിഞ്ഞ് സമാധാനത്തിലിരിക്കും. കളിക്കുമ്പോൾ പാട്ടിൻ്റെ വഴിക്കും നമ്മൾ നമ്മുടെ വഴിക്കും പോകും. നാളെ സ്ക്രീനിങ് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. കാരണം നമ്മളൊന്നും ഇതായിട്ടില്ല. നമ്മൾ കണ്ടംപററി ഡാൻസ് പ്ലസ് ഒരു ഫാഷൻ ഷോ ചെയ്യണം. ഫാഷൻ ഷോ ആൻഡ് ഡാൻസ് 2 സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് കൂടുതലും കളി ചിരിയായിരുന്നു. പ്രാക്ടീസ് ആയിട്ട് നടന്ന കുറച്ച് വളരെ കുറച്ച് സന്ദർഭങ്ങളേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് കഴിഞ്ഞ എല്ലാ ഇവന്റിനും നമ്മൾ കളിച്ചിട്ടുണ്ട്. അവസാനത്തെ ദിവസമാണ് എല്ലാവർക്കും സ്കൂളിൽ പഠിക്കുന്നതല്ല.
പ്രോഗ്രാമിൻ്റെ 1 ഡേ ബിഫോർ ഞങ്ങൾ ഡാൻസ് ഫുൾ കൊറിയോഗ്രാഫി ഇത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫാഷൻ ഷോ ടീം എല്ലാം ഡാൻസും ഫാഷൻ ഷോയും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തു. ബിക്കോസ് ഇടയിൽ കുറച്ച് കോർഡിനേഷനും കാര്യങ്ങളും ലാസ്റ്റത്തെ ശരിയാക്കാണ്ടായിരുന്നു. അങ്ങനെ ഫുൾ പ്രാക്ടീസിങ്. പരിപാടിയല്ല, എക്സൈറ്റഡ് ആണോ? ഒട്ടുമല്ല, ആദ്യമായിട്ടാണ്. പക്ഷെ പരിപാടി എല്ലാം നൈസായിട്ട് നടക്കുമെന്ന് വിചാരിക്കുന്നു. അതിന്റെ വീട്ടിൽ പോയി കിടന്ന് തുടങ്ങിയിട്ട് വൈകിട്ട് DJ വരുന്നു, എല്ലാവരും ഓണാക്കുന്നു. കല്ലൊക്കെ എഴുതി മേക്കപ്പ് ഒക്കെ ഇട്ട് ബ്ലഷൊക്കെ ഇട്ട് കൊടുത്ത് വരുന്ന തക്കാളിയൊക്കെ സ്റ്റിറോയിഡ്സ് നമ്മുടെ പരിപാടിയുടെ ദിവസം സെക്കൻഡ് ഡേ സ്പ്ലെൻഡറാണ്. ഓർക്കുന്നത് നീറ്റ് വന്നിരിക്കും. ഇന്ന് ഞങ്ങളുടെ പരിപാടി എന്താവും അറിയില്ല. ഫസ്റ്റ് പരിപാടിയാണ്. ഇനി റെഡി ആവണം, ഫേസ് പെയിൻ്റ് ഒക്കെ ചെയ്യണം, ഡ്രസ്സ് മാറണം. ആരും എത്തിയിട്ടില്ല. എല്ലാവരും കുറച്ച് പേര് വന്നു, പക്ഷെ ഡ്രസ്സ് ഹോസ്റ്റലിലാണ്. അവരിറങ്ങിയാലേ ഞങ്ങൾക്ക് ഡ്രസ്സ് കിട്ടുള്ളൂ. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ആൾ എത്തിയിട്ടുണ്ട്, ഗായതി കോർഡിനേറ്റർ. എന്താ എല്ലാവരും എത്തിയിട്ട് നമ്മൾ മേക്കപ്പ് ഒക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്തു, ഡ്രസ്സൊക്കെ ചെയ്തു വന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തന്നെയാണ് മേക്കപ്പ് ഒക്കെ ചെയ്തത്. മേക്കപ്പ് ചെയ്യാൻ പുറത്തുനിന്ന് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഫേസ് പെയിൻറ്റിങ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. നേരത്തെ മേക്കപ്പ് തുടങ്ങിയെങ്കിൽ എല്ലാ പ്രോഗ്രാമിനും മുന്നായിട്ടൊരു റഷ് ഉണ്ടാവുമല്ലോ, അത് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ വേഗം തന്നെ ഫേസ് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വേഗം തന്നെ നമ്മൾ ഇവിടേക്ക് ഓഡിറ്റോറിയത്തിലേക്ക് ഓടി. ഫസ്റ്റത്തെ പ്രോഗ്രാമായിരുന്നു നമ്മുടെ. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്ക് സ്റ്റേജിൽ നിന്നിട്ട് നമ്മൾക്ക് ഓരോരുത്തർ ഫാഷൻ ടീമിലുള്ളവർക്ക് ഫേസ് പെയിൻറ്റ് ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ലാസ്റ്റ് ഫിനിഷിങ് ടച്ചസും കാര്യങ്ങളൊക്കെ ചെയ്തു. ഫേസ് പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ കോലം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പരിപാടി നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ഞാൻ വേഗം തന്നെ ഫേസൊക്കെ വാഷ് ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് MC ചെയ്യാൻ വേണ്ടി കയറി. ഒരു 4 to 5 പ്രോഗ്രാംസിൻ്റെയാണ് ഞാൻ MC ചെയ്തത്. അപ്പോൾ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനലി DJ ഉണ്ടായിരുന്നു. നമ്മൾ തകർത്തു. അപ്പോൾ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഞാൻ കുറെ ക്ലിപ്സ് ആക്ച്വലി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനി എഡിറ്റ് ചെയ്ത് വരുമ്പോ എന്തൊക്കെ എടുത്തിട്ടുണ്ടെന്ന് അറിയാം. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഞങ്ങളുടെ പെർഫോമൻസ് എല്ലാവരും പ്രേസ് ചെയ്തു, എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി. ഞങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാനും പറ്റി. അത് കഴിഞ്ഞ് MC ചെയ്തു, അതും എന്താ പറയാ അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ ഉടുപ്പ് തന്നെ ഇട്ടത്.
അപ്പൊ ഈ സ്പ്ലെൻഡോറെ ഡേ 1 and 2 കൂടി ഒറ്റ വീഡിയോ ആക്കിയിട്ട് ഇടാം. ബിക്കോസ് പാർട്ട് 1, 2 ആയിട്ട് ഇടണമായിരുന്നു. പക്ഷെ അത്രയ്ക്കുള്ള ക്ലിപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് 2 ദിവസത്തെയും കൂടി, കാരണം എനിക്ക് അത്ര എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് ഞാൻ നല്ലോണം ബിസി ആയിരുന്നു. ബട്ട് ഫസ്റ്റ് ഡേയിലെ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. കാരണം എന്റെ ഡ്യൂട്ടി അത് തന്നെയായിരുന്നു, റീൽ ഷൂട്ടിങ് അതേപോലെ ഡോക്യുമെന്റേഷൻ ആയതുകൊണ്ട് അത് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസത്തെ വളരെ കുറച്ച് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ എന്നാലും എന്റെ ഫ്രണ്ട്സും കുറെയൊക്കെ എടുത്ത് എന്നെ സഹായിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഞങ്ങളുടെ പരിപാടി എല്ലാവർക്കും ഇഷ്ടമായി. ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ പ്രൈസ് ചെയ്തു. സോ ഹാപ്പി. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ സ്പ്ലെൻഡോറെ വ്ളോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. Please like, share and subscribe to my channel. Bye bye.